SPG ക്ലിയറൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് പാലായിലെ പ്രധാനമന്ത്രി പരിപാടി ഉപേക്ഷിച്ചു. ഒന്നിലധികം വേദികൾ പരിശോധിച്ചെങ്കിലും സുരക്ഷാനുമതി ലഭിച്ചില്ല. തിരുവല്ലയിൽ പൊതുപരിപാടി സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, പ്രധാനമന്ത്രിയുടെ 4-ാം തീയതി 2 പരിപാടികളാണ്. ഒന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് റോഡ് ഷോ ആണ്. റോഡ് ഷോ തീരുമാനിച്ചതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സ്ഥലത്ത് നടത്തുകയാണെങ്കിൽ അവിടെ പൊതുപരിപാടി നടത്തണം. പക്ഷേ പാലായിലേക്ക് വരുമെന്നാണ് കരുതിയിരുന്നത്. പാലായിൽ റോഡ് ഷോയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല. പൊതുപരിപാടിക്ക് വേണ്ടി ഒന്നിലധികം സ്റ്റേജുകൾ ഇവർ പരിശോധിച്ചു. പക്ഷേ SPG പല സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിട്ടും അതിന് ക്ലിയറൻസ് ലഭിച്ചില്ല. അതായത് ഹെലികോപ്റ്റർ ഇറങ്ങാൻ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ട് ഓക്കെ ആയിരുന്നു. പക്ഷേ ഹെലികോപ്റ്റർ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത വേദി നടത്തുന്ന വേദിയിലേക്ക് അല്ലെങ്കിൽ പൊതുപരിപാടി നടത്തേണ്ട വേദിക്കുള്ള കപ്പാസിറ്റി ഉള്ള സ്ഥലങ്ങൾ പാലായിൽ ഉണ്ടായിരുന്നില്ല. ഒന്നിലധികം വേദികൾ SPG പരിശോധന നടത്തിയാണ്. പക്ഷേ അവിടെ ഒന്നും തന്നെ ഈ ക്ലിയറൻസ് നൽകാൻ വേണ്ടിയുള്ള സുരക്ഷ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഈ കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് ചട്ടം നിൽക്കുന്നതുകൊണ്ട് പൊതുപരിപാടി നടത്താനും കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ തിരുവല്ലയിലേക്ക് മാറ്റി, അതായത് പാലായിലുള്ള പദ്ധതി ഉപേക്ഷിച്ചിരിക്കുന്നു. തിരുവല്ലയിൽ നടത്താൻ കഴിയുന്ന സാധ്യതകളാണ് തേടുന്നത്. എന്തായാലും ഇന്ന് SPG തിരുവല്ലയിലെ 2 ഗ്രൗണ്ടുകളും മറ്റ് സ്ഥലങ്ങളും പരിശോധന നടത്തും. അങ്ങനെ SPG ക്ലിയറൻസ് ലഭിക്കുകയാണെങ്കിൽ 4-ാം തീയതി തിരുവനന്തപുരത്തിന് പുറമെ തിരുവല്ലയിൽ കൂടി പ്രധാനമന്ത്രിയുടെ പരിപാടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലായിലേറെ പ്രതീക്ഷയോടെയായിരുന്നു ഷോൺ ജോർജും അതുപോലെ തന്നെ മറ്റുള്ളവരുമായി ഒരുക്കങ്ങളൊക്കെ തന്നെ നടത്തി വന്നിരുന്നതാണ്. പക്ഷേ SPGയുടെ ക്ലിയറൻസ് ലഭിക്കാത്തതോടെ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം പാലായിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും പാലായിൽ വലിയ പ്രതീക്ഷ BJP വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ പാലായിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ആ കാര്യങ്ങൾ നടക്കാതെ പോയിരിക്കുന്നു. ഇനി അടുത്ത ഓപ്ഷനായി അവർ പരിഗണിക്കുന്നത് തിരുവല്ലയാണ്. തിരുവല്ലയിൽ ഇന്നത്തെ പരിശോധന കൂടി കഴിഞ്ഞാൽ ഒരുപക്ഷെ മോദിക്ക് കേരളത്തിൽ 2 പരിപാടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരും. ശരി, അഖിൽ കെ ആണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ പരിപാടി SPG ക്ലിയറൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്നു.